അധ്യക്ഷ പ്രഭാഷണത്തിനുള്ള സമയമൊന്നുമല്ല. ഈ പുസ്തകം പുറത്തിറങ്ങുന്നതിൽ, അത് അതർ ബുക്സ് നിന്ന് പുറത്തിറങ്ങുന്നതിൽ വലിയ സന്തോഷമുണ്ട്. അതിൻ്റെ നമുക്ക് അടുത്തൊരു ഘട്ടത്തിൽ ഇപ്പോൾ നമുക്ക് കേൾക്കാനുള്ളത് വൈ.വി. കണ്ണമാഷയാണ്. കാരണം ഒരുപാട് കാലമായിട്ട് ഞാൻ തെയ്യത്തിൻ്റെ, അതിൻ്റെ സാഹിത്യത്തിൻ്റെ, അതിൻ്റെ പ്രകടനപരതയുടെ, പെർഫോമൻസിൻ്റെ ഒക്കെ തന്നെ പിറകിൽ അതിൻ്റെ ഒരാളായി ഒരുപാട് കാലത്തെ വളരെ ദീർഘമായിട്ടുള്ള പരിശ്രമവും ആലോചനയും തെയ്യത്തിൽ, തോറ്റംപാട്ടുകളിൽ, വടക്കൻ മലബാറിൻ്റെ സാമൂഹ്യതയിൽ, ചരിത്രത്തിൽ ഒക്കെ നിർവഹിക്കുന്ന പണ്ഡിതനാണ് വൈ.വി. കണ്ണമാഷ്. കണ്ണമാഷയും ദിനേശ മാഷയും വായിച്ചിട്ടാണ് എന്നെപ്പോലെയുള്ള ആളുകൾ വടക്കൻ മലബാറിലെ ഈ തരം ബദൽ എന്നോ പാരലൽ എന്നോ, ഒരുപക്ഷെ പാരലൽ എന്ന നിലയിൽ നമ്മൾ ആലോചിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും അതല്ല പാരലൽ, അത് പാരലൽ അല്ല, മറിച്ചൊരു അത് തന്നെയാണ് പ്രധാനപ്പെട്ട ധാര എന്ന നിലയ്ക്ക് നമുക്ക് മനസ്സിലാവുന്ന തരത്തിലുള്ള ട്രഡീഷൻസിൻ്റെ, പ്രാക്ടീസസിൻ്റെ ആ തരം വായനകൾ തുടങ്ങിയ സമയത്ത് തന്നെ ഞങ്ങളെപ്പോലുള്ള ഒരുപാട് ആളുകളുടെ വായന, ആലോചന ഒക്കെ അതിൻ്റെ ദിശ തീരുമാനിച്ചിട്ടുള്ള ആളുകളാണ് വൈ.വി. കണ്ണമാഷും ദിനേശൻ വടക്കനിൽ മാഷും. ആ നിലയ്ക്ക് അവരൊക്കെ ഞങ്ങളെപ്പോലുള്ള ആളുകളുടെ ഗുരുസ്ഥാനത്തു കൂടിയാണ് എന്നതുകൊണ്ട് കണ്ണമാഷയാണ് നമുക്ക് കേൾക്കേണ്ടത്. ഈ പുസ്തകത്തെ സംബന്ധിച്ച്, ഇതിലെ ആലോചനകളെ സംബന്ധിച്ച് നമ്മളോട് സംവദിക്കാൻ വേണ്ടി കണ്ണമാഷെ ആദരപൂർവ്വം ക്ഷണിക്കും. പ്രിയപ്പെട്ടവരെ, ഞാൻ ദിനേശ മാഷോട് പറഞ്ഞത് എന്താ പറയണമെന്ന് എനിക്കറിയില്ല, അതെല്ലാം അഭിലാഷ് മാഷ് പറയുന്നത്. ഇപ്പോൾ അഭിലാഷ് മാഷ് പറയുന്നത് കണ്ണമാഷ് പറയുന്നതാണ്. ദിനേശ മാഷും ആയിട്ടുള്ള ഒരു നിരന്തര ചർച്ച നമ്മളെപ്പോഴും ഉണ്ടാവാറുണ്ട്. അതിൻ്റെയൊക്കെ ഭാഗമായിട്ടുള്ള ഒരു തെളിമ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ പുസ്തകത്തിലുണ്ടാവും. ഇപ്പോൾ തെയ്യത്തെക്കുറിച്ചാണ് പറയേണ്ടത്. തെയ്യം, കല, അനുഷ്ഠാനം, ഇതാണ് മാഷയുടെ പുതിയ പുസ്തകം. തെയ്യത്തെക്കുറിച്ച് ധാരാളം ഗ്രന്ഥങ്ങൾ നമ്മുടെ അടുത്ത കാലത്തായിട്ട് നമ്മുടെ എല്ലാ പുസ്തകശാലകളിലുണ്ട്. പക്ഷേ അതിനെ ഗൗരവമായി സമീപിക്കുന്ന എഴുത്താണ് ദിനേശൻ മാഷ്, നമുക്കറിയാം. അദ്ദേഹത്തിൻ്റെ മറ്റ് പുസ്തകങ്ങളിലേക്കൊന്നും ഞാനിപ്പോൾ കിടക്കുന്നില്ല. ഇപ്പോൾ തെയ്യം, കല, അനുഷ്ഠാനം എന്ന പുസ്തകം ഇപ്പോൾ ഞാൻ വായിച്ചു തുടങ്ങുന്നേ ഉള്ളൂ. ഒരു തവണ വായിച്ചെങ്കിലും നമുക്കങ്ങനെ പെട്ടെന്ന് പറയാൻ പറ്റുന്ന കാര്യങ്ങളല്ല. ഇപ്പോൾ തെയ്യം രംഗത്തിപ്പോൾ നടപ്പിൽ വരുന്ന വലിയ ചോദ്യം, തെയ്യം കലയാണോ അനുഷ്ഠാനമാണോ? ഇപ്പം തീരുമാനിക്കണം, ഇവിടെ വെച്ച് തീരുമാനിക്കണം. തെയ്യം കലയാണോ അനുഷ്ഠാനമാണോ? ഇതാണിപ്പോൾ വരുന്നൊരു ചർച്ച. ആ ചർച്ച വരുന്നത് അതിൻ്റെ പിറകിൽ വലിയ ചരിത്രമുണ്ടെന്നാണ്. അതാണ് ദിനേശ മാഷ് പറഞ്ഞു വെക്കുന്നത്. എന്തുകൊണ്ട് അങ്ങനെ ഒരു ചർച്ച വരുന്നു? മുമ്പ് അങ്ങനെ ചർച്ച ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതിന് ധാരാളം കാരണങ്ങളുണ്ട്. കുറേ കാരണങ്ങൾ ഞാൻ ആലോചിച്ചിട്ട് എത്തിയതുണ്ടായിരുന്നു. അതെൻ്റെ പുസ്തകത്തിൽ കരനാട് മനസ്സിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ദിനേശ മാഷയുടെ തെയ്യം, കല, അനുഷ്ഠാനം എന്ന പുസ്തകം വന്നപ്പോൾ ആ ചർച്ച കുറേ കൂടി വിപുലമാകുകയാണ്. അപ്പോൾ തെയ്യത്തിൽ കലയുണ്ട്, എല്ലാത്തിലും കലയുണ്ടാവും. നമ്മുടെ ഓരോ പ്രവർത്തനത്തിലും കലാപരമായ അംശങ്ങൾ അതിലുണ്ടാവും. തെയ്യം ഒരു അനുഷ്ഠാനമാണ്, അതിൽ എല്ലാ അനുഷ്ഠാനമാണെന്ന് പറയും. അപ്പോൾ തെയ്യം ഒരു മനുഷ്യനെ ദേവർ തന്നെയാക്കി മാറ്റുന്നൊരു പ്രക്രിയയാണ്. ഒരു പച്ച മനുഷ്യനെ ദേവർ തന്നെയാക്കി മാറ്റുന്ന പ്രക്രിയയാണ്. അതിൽ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോയാൽ ധാരാളം പറയാനുണ്ടാവും. അടിസ്ഥാനപരമായൊരു മനുഷ്യൻ ദേവർ തന്നെ ആകുകയാണ്. നാടകത്തിൽ നമ്മൾ കഥാപാത്രമാകുകയാണ്. തെയ്യത്തിൽ അയാൾ കഥാപാത്രമല്ല, പ്രത്യേക നിശ്ചിത ദേവർ തന്നെയാണ്. അതിലേക്ക് മനുഷ്യനെ നയിക്കുന്നതിനുള്ള കുറേ ഘട്ടങ്ങളുണ്ട്. അദ്ദേഹം ഒരു ദേവതക്ക് അയാൾ നിയോഗിക്കപ്പെട്ടപ്പോൾ അയാൾ കത്തിച്ച കുടിയില വാങ്ങിക്കുന്നു. ആ കുടിയില വാങ്ങിക്കുന്നത് ഒരു അനുഷ്ഠാനമാണ്. ഇയാളാണ് തെയ്യെന്ന് തീരുമാനിക്കപ്പെടുമ്പോൾ കൊടിയിലൊന്നുമില്ല. അദ്ദേഹം അവിടുന്ന് നിശ്ചിത വെളിച്ചപ്പാടെടുക്കുന്നു, അല്ലെങ്കിൽ ഒരു
അരിയോ കുറിയോ ഇതെല്ലാം ചേർന്നതോ വിത്തിലടക്കിയായി വാങ്ങിക്കും. അത് വാങ്ങിക്കുമ്പോൾ അയാളൊരു ഉത്തരവാദിത്തം ഏറ്റെടുക്കും പോലെ ഇനി ഞാൻ ഒരു ദേവത കെട്ടിയാടാൻ നിയുക്തനായ ആളാണെന്നുള്ള ബോധം അയാളുണ്ടാകും. ആ ബോധം അയാളെ നയിക്കുന്നുണ്ട്. പിന്നീട് അണിയറിയിൽ പ്രവേശിക്കുമ്പോഴും അവിടെയുള്ള ഓരോ പ്രവർത്തനവും അവിടെ കൂടിയവരുടെ സംസാരമൊക്കെ അയാളെ രൂപപ്പെടുത്തുന്നുണ്ട്. അതിലൊക്കെ ഈ അനുഷ്ഠാനമുണ്ട്. അണിയറിയിൽ ദീപം കൊണ്ടിരുന്നത്, അപ്പോഴൊക്കെ ഒരു കൈവിളക്കിൽ തിരി കത്തിച്ചിട്ട് അടിയറിൽ പോകുമ്പോൾ അത് ഒരു കോലക്കാരൻ ഫീൽ ചെയ്യുന്ന പോലെയല്ല മറ്റുള്ളവർ ഫീൽ ചെയ്യുന്നത്. കോലക്കാരൻ അനുഭവിക്കുന്ന ഒരു മാനസിക തലമല്ല സഹായികൾ അനുഭവിക്കുന്നത്. ഇങ്ങനെ കുറേ കാര്യങ്ങൾ അണിയറിയായി ബന്ധപ്പെട്ട് പറയാൻ പറ്റും. അരങ്ങിൽ വരുമ്പോൾ തോറ്റംപാട്ട് പാടുന്നുണ്ട്, നിശ്ചല ദേവതയുടെ തോറ്റംപാട്ട് പാടുന്നുണ്ട്. അത് പല ഈണത്തിൽ, പല താളത്തിൽ, പല സമയങ്ങളിൽ ഉണ്ട്. അതൊക്കെ ഇയാളെങ്ങനെ മാറ്റിയെടുക്കുകയാണ്. അവസാനം ഒരു കൊടിയിലെ തോറ്റം എന്ന തോറ്റം വരുമ്പോൾ നേരത്തെ പറഞ്ഞ ഒരു കത്തിച്ച കൊടിയിൽ വാങ്ങിക്കുമ്പോൾ ആ പ്രധാനപ്പെട്ട സാങ്ക്ടറത്തിൽ കത്തിച്ച് വെച്ച ദീപനാളം അദ്ദേഹം ഏറ്റുവാങ്ങുമ്പോൾ എന്നിട്ട് അത് നിശ്ചിത അനുഷ്ഠാനം കഴിഞ്ഞ് ജ്ഞാനികളിൽ എത്തുമ്പോൾ അയാൾ ആകെ മാറുകയാണ്. പിന്നീട് മുഖത്ത് എഴുതുകയാണ്. മുഖത്തെഴുതലൊരു അനുഷ്ഠാനമാണ്. മുഖത്തെഴുത്തും തെയ്യച്ചമയങ്ങൾ എന്നൊരു പുസ്തകമുണ്ട്. മുഖത്തെഴുത്തൊരു അനുഷ്ഠാനമാണ്. തിരുമുഖത്ത് ഒപ്പിക്കുക എന്നാണ്. അവിടെ കേവല ഒരു അനുഷ്ഠാനം പോലെ നിർവഹിക്കുന്നതിന് അങ്ങനെ സാധാരണ പറയാറില്ല. അങ്ങനെയല്ല. അവിടെ ഇന്ന ദേവതയ്ക്ക് ഏത് തരത്തിലാണ് അതിൻ്റെ എഴുത്ത് വിന്യസിക്കേണ്ടത്, ഏതൊക്കെ ബിംബങ്ങൾ മോട്ടീഫുകളാണ്, അത് നമ്മൾ പുതിയ ഭാഷയാണ് ആ മുഖത്ത് വിരിയുന്നത്. ഒരു പുലിയൂർ കാളി അല്ലെങ്കിൽ പുള്ളിക്കരിങ്കാളി എന്ന പുലിദൈവവുമായി ബന്ധപ്പെട്ട മൃഗാരാധനയുമായി ബന്ധപ്പെട്ട ഒരു ദേവതയാണെങ്കിൽ അതിന് ഇന്ന രീതിയിലാണ് അതിൻ്റെ മുഖത്തെഴുത്ത് എന്ന് തീർച്ചപ്പെടുത്തിയിട്ടുണ്ട്, മുൻ നിശ്ചയിച്ചിട്ടുണ്ട്. അതിൽ ചില തട്ടും തിളങ്ങളൊക്കെ ഉണ്ട്. അത് എഴുതുന്ന കലാകാരന് അതിൽ അയാളുടെ കരവിരുത് പ്രയോഗിക്കാനുള്ള ഇടങ്ങളുമുണ്ട്. എന്നാൽ ഈ തട്ടും തിളങ്ങളെ ആകെ മാറ്റിമറിക്കാൻ അയാൾക്ക് അവകാശമില്ല. ഇതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമുക്ക് അത് എങ്ങനെ ആ ചിത്രകല രൂപപ്പെട്ട് വന്ന് മുഖത്തിലേക്ക് ഇങ്ങനെ ഒരു വൃദ്ധനായ ഒരാളെ ഒരു കന്യകയാക്കി മാറ്റുമ്പോൾ ഒരു നാഗകന്യക അല്ലെങ്കിൽ നാഗകന്നി എന്ന് പറയുന്ന അമ്മയായിട്ട് ഒരു വൃദ്ധനായ 10-70 വയസ്സുള്ള ഒരാളെ അയാളുടെ മുഖത്ത് എഴുതുമ്പോൾ ആ മാൻകണ്ണും വില്ലുകുറിയും പടങ്ങളൊക്കെ വരുമ്പോൾ അദ്ദേഹം സുന്ദരിയായ ഒരു കന്യകയായി മാറുന്നുണ്ട്. ഒരു യുവാവിനെ വയനാട്ട് കുലവനാക്കി മാറ്റുമ്പോൾ തൊണ്ടച്ചൻ ഒരു വൃദ്ധൻ ആയി മാറുമ്പോൾ ചേരവെട്ടി പോലുള്ള ഇമേജുകൾ മുഖത്ത് വിന്യസിക്കപ്പെടുന്നുണ്ട്. ഇത് ഇങ്ങനെ നമുക്ക് ധാരാളം കാര്യങ്ങൾ പറയാൻ പറ്റും. അപ്പോൾ അവിടെയൊക്കെ അനുഷ്ഠാനങ്ങളാണിത്. അതോടൊപ്പം ഇതൊരു കലയും കൂടിയാണ്. നൃത്തത്തിൽ ചൂട്ടിൻ്റെ വെളിച്ചത്തിൽ, ചൂട്ട് കത്തിക്കുമ്പോൾ ഇരുട്ട് മാത്രമല്ല, വെളിച്ചം മാത്രമല്ല, ഇരുട്ടും ഉണ്ടാകുന്നുണ്ട്. നമ്മൾ ദീപ നിയന്ത്രണം എന്നെല്ലാം പറയല്ലേ. അപ്പോൾ വെറും എങ്ങനെയാണ് ഈ ദീപ നിയന്ത്രണം, അതൊരു കലയാണ്. ചൂട്ട് പിടിക്കൽ, അയാൾ വലിയ കലാകാരനാവണമെന്നില്ല, പക്ഷേ ചൂട്ട് ഏത് സമയത്ത് ഏത് അണിയറിയിൽ ഇടതുഭാഗത്ത് കൈവിളക്ക് പിടിക്കുമ്പോൾ നമുക്ക് മറ്റുള്ളവർക്ക് ജോലി ചെയ്യാൻ പറ്റും. അപ്പോൾ ആ കൈവിളക്ക് പിടിക്കുന്നതിൽ, അതുപോലെ ചൂട്ട് പിടിക്കുന്നതിൽ ഒക്കെ കലയുണ്ട്. ഇത് കലയുണ്ട് നമ്മളിങ്ങനെ തിരിച്ചറിയുന്നതോ ഇതെല്ലാം കലയാണ് നമ്മൾ പിന്നെ തിരിച്ചറിയണം. അപ്പോൾ പുതിയ കാലത്ത് ധാരാളം പ്രശ്നങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് തെയ്യത്തെ ഇങ്ങനെ പഠിച്ച് വരുമ്പോൾ തെയ്യം ഒരു കേവലാനുഷ്ഠാനം മാത്രമല്ല എന്നും അത് ഓരോ തെയ്യവും വ്യത്യസ്തമാണ്, ഓരോ കാലത്തും തെയ്യം മാറിയിട്ടുണ്ടെന്നും അത് നമ്മുടെ വ്യവസ്ഥിതിയായി ബന്ധപ്പെട്ടതാണെന്നും ഇപ്പോൾ ആധുനിക പൂർവ്വകാലത്ത് ഉള്ള തെയ്യമല്ല ആധുനിക കാലത്തുള്ളത്. വലിയ മാറ്റങ്ങൾ എല്ലാ രംഗത്തും വരുന്നുണ്ട്. ആ മാറ്റങ്ങളെക്കുറിച്ചുള്ള പഠനമാണ് ദിനേശ മാഷ് നിർവഹിക്കുന്നത്. അപ്പോൾ തെയ്യം കല അനുഷ്ഠാനം എന്ന പുസ്തകം ഇപ്പോൾ ആദ്യം ഉന്നയിക്കുന്ന വിഷയം ഇതാണ്: തെയ്യം കലയോ അനുഷ്ഠാനമോ എന്നുള്ളത്. അപ്പോൾ അത് കലയുമാണ് അനുഷ്ഠാനവുമാണ്. മാഷുടേതായ രീതിയിൽ അത് അതിഗംഭീരമായിട്ട് അവതരിപ്പിക്കുന്നുണ്ട്. അത് ഞാനിവിടെ വിശദീകരിക്കാൻ ആളല്ല, അത് നമ്മൾ വായിച്ച് തന്നെ മനസ്സിലാക്കുക എന്നുള്ളതാണ്. അതിഗംഭീരമായ രീതിയിൽ ആ കാര്യങ്ങൾ വിശകലനം ചെയ്യുന്നുണ്ട് ദിനേശ മാഷ്. അപ്പോൾ കലയെക്കുറിച്ചുള്ള നമ്മുടെ മുമ്പ് പറഞ്ഞല്ലോ, ആധുനിക പൂർവ്വകാലത്ത് ഈ കല ആണോ എന്നുള്ള ചിന്ത നമ്മുടെ മനസ്സിലുണ്ടായിരുന്നില്ല. അത് അനുഷ്ഠാനത്തിൻ്റെ ഭാഗമായിരുന്നു. ഇതിൽ സാമൂഹ്യ പ്രശ്നങ്ങൾ കൂടിയുണ്ട്. പറയുന്നു ഇപ്പോൾ തെയ്യം
ഒരു 70കൾക്ക് ശേഷം മറ്റ് ദേശങ്ങളിലേക്ക് കാവിന് പുറത്തേക്ക് പോകലായി. ആദ്യകാലത്ത് അതൊരു വിഷയമായിരുന്നില്ല. 50കളിലൊക്കെ മുച്ചിലോട്ട് ഭഗവതി റിപ്പബ്ലിക് ദിന പരേഡിൽ പോയിട്ടുണ്ട്. അവിടെ അത് കേവലം കല എന്ന രൂപം അത് അവിടെ കലയായിട്ടും ഇവിടെ അത് അനുഷ്ഠാനത്തിൻ്റെ ഭാഗമായിട്ടും കണ്ട് രണ്ടും രണ്ടായിട്ട് അതൊരു മറ്റുള്ളവർക്ക് കേരളത്തിന് അല്ലെങ്കിൽ ഉത്തര കേരളത്തിന് അല്ലെങ്കിൽ കേരളത്തിന് അല്ലെങ്കിൽ രാജ്യത്തിന് വെളിയിലുള്ളവർക്ക് ഇതാണ് തെയ്യെന്ന് കാണിക്കാവുന്ന ഒരു സാധനം. അതവർ സ്റ്റേജിലൊക്കെ അല്ലെങ്കിൽ മറ്റ് അരങ്ങുകളിലൊക്കെ പെർഫോം ചെയ്തു. അന്ന് അതിനെ രണ്ടും രണ്ടായി കാണാൻ പറ്റുമായിരുന്നു. ഇന്നിപ്പോൾ പുതിയ കാലത്ത് അതൊരു വിഷയമായി വരുന്നു. അപ്പോൾ അതിൻ്റെ പിറകിലുള്ള രാഷ്ട്രീയം എന്താണ്? ഇതൊക്കെയാണ് ഈ ആദ്യ ഭാഗത്ത് അദ്ദേഹം കൃത്യമായി വിവരിക്കുന്നത്. ഇതിൽ ഇപ്പോൾ എനിക്ക് തോന്നുന്നു മാഷ് പറയുന്ന ഉദാഹരണം ഞാൻ കൂടുതൽ അതിലേക്ക് പോകുന്നില്ല. ഇപ്പോൾ അനുഷ്ഠാനവുമായി ബന്ധപ്പെട്ടൊരു കാര്യം പറയുമ്പോൾ തറവാടുകളുടെ രൂപീകരണം മാഷ് പറയുന്നുണ്ട്. തറവാടുകളുടെ രൂപീകരണം മരുമക്കത്തായ രീതിയിലുള്ള തറവാടുകളായിരുന്നു ആണ് ഇപ്പോൾ അടുത്ത കാലത്ത് ചില മാറ്റങ്ങളിൽ വരുന്നുണ്ട്. പഴയ കാലത്ത് ഈ ആധുനിക പൂർവ്വകാലത്തുള്ള കാലഘട്ടത്തിൽ തറവാട്ടിൽ വടക്ക് ഭാഗത്ത് ആണ് അടുക്കളയ്ക്ക് വരിക. പിന്നെ പടിഞ്ഞാറ്റൊക്കെ ഉണ്ട്. പടിഞ്ഞാറ്റകത്ത് ദേവതയെ കുടിയിരുത്തും, കൊട്ടിലകത്ത് ദേവതയെ കുടിയിരുത്തും. ഈ തറവാടിൻ്റെ കന്നിമൂലക്ക് അല്ലെങ്കിൽ തെക്കേ ഭാഗത്ത് അവിടെ ഒരു തെക്കിനിയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് അവിടെയും ഇവിടെയൊക്കെ ദേവതയെ കുടിയിരുത്താം. ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. പിന്നീട് തറവാട് വിഭജിക്കുമ്പോൾ കുറേ കാലം കഴിഞ്ഞു ഈ പറഞ്ഞ പ്രശ്നങ്ങൾ സാമൂഹ്യം രാഷ്ട്രീയമൊക്കെയായ ഭരണപരമായ പ്രശ്നങ്ങൾ നമ്മുടെ സമൂഹം നേരിടുന്നുണ്ട്. അത് ഭാഗം വെക്കലൊക്കെ ആവുന്നു. അപ്പോൾ ഞാൻ നിരീക്ഷിച്ചൊരു കാര്യം, ഇപ്പോൾ അവിടെ ഇപ്പോൾ തറവാട് നമുക്കെല്ലാവർക്കും കൂടി തറവാടുണ്ട്. നമ്മൾ വരെ പോകുന്നു. എനിക്ക് ഗൾഫിൽ ജോലിയുണ്ട് അല്ലെങ്കിൽ എനിക്ക് പ്രത്യേക കുടുംബം വേണം തോന്നുകയാണ്, ഞാൻ അങ്ങോട്ട് പോയി, എനിക്ക് ഉദ്യോഗമുണ്ട്, ഞാൻ വേറെ പോകുന്നു. എന്തായാലും ആ തറവാട് അവിടെ തന്നെ വെക്കണം. ഓക്കെ, തറവാട് അവിടെ തന്നെ. എന്നിട്ട് നമ്മളെല്ലാം കൊണ്ട് പ്രത്യേക ട്രസ്റ്റോ കമ്മിറ്റിയോ വെക്കുന്നു. തറവാട് അവിടെയുണ്ട്. നമ്മൾ കൊല്ലത്തിൽ തെയ്യം കാണാൻ, കളിയാട്ടം കാണാൻ നമ്മളവിടെ പോകും, കളിയാട്ടം നിർവഹിക്കാൻ നമ്മളവിടെ പോകുന്നു. ഇതിനു മുമ്പ് തറവാട്ടിലും തെയ്യം കഴിഞ്ഞിട്ടുണ്ട്. തറവാട് വിഭജിച്ചപ്പോഴും തെയ്യം അവിടെ കാണാൻ പോകുന്നുണ്ട്. നമ്മൾ വലിയ മാറ്റങ്ങൾ ഇപ്പോൾ സംഭവിക്കുന്നുണ്ട്. ഒന്ന്, ഒരു പ്രധാനപ്പെട്ട കാര്യം ഞാൻ നിരീക്ഷിച്ചത്, ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നിന്നുള്ള പെണ്ണുങ്ങളൊക്കെ എനിക്ക് അവിടെ തറവാട്ടിലായിരുന്നു ഞാൻ ഇത്രയും കാലം, ഇപ്പം വേറെ താമസിക്കാമല്ലോ. ഇപ്പം വേറെ താമസിക്കുന്നതുകൊണ്ട് തറവാട്ടിൽ താമസിക്കുന്ന ചിലപ്പോൾ അങ്ങനെ ചെയ്യും. തറവാട്ടിൽ ഒരു കുടുംബത്തിന് നീ ഇവിടെ നിന്ന് വിളക്കത്തിക്കൽ ചെയ്തിട്ട് നീ ഇവിടെ നിന്നോ, നമ്മൾ വേറെ പോയിക്കോളാം. അപ്പോൾ അവിടെ നിൽക്കുന്നവർ ഋതുമതിയായ പെണ്ണുങ്ങൾ തറവാട്ടിൽ നിന്നൂടാ, നിനക്കാട് നിന്നൂടെ. ഇപ്പം ഇതെല്ലാം ഒരു തറവാട്ടിൽ നടന്നാണ്. പ്രസവവും കല്യാണവും പ്രസവവും കുട്ടികൾ നോക്കലും എല്ലാം തറവാട്ടിൽ. അതിൻ്റെ ഭാഗമായിട്ട് അമ്മ ദൈവത്തെ കുടിയിരുത്തിയത്. ഈ ജനിച്ച് വീഴുന്ന മക്കളെ സംരക്ഷിക്കേണ്ടതൊക്കെ ചുമതല അമ്മക്കുണ്ട്. ഈ പറയുന്ന കാട്ടുതലയിട്ട് മെയ്യുമ്പോൾ കറ്റൻ കടിച്ച വടുകൂടാറതൊക്കെ വേണം കീഞ്ഞിരിക്കുന്ന ആലക്ക് കൊണ്ടെത്തിക്കണേ അമ്മയോട് പറയാൻ. അതിനാണ് അമ്മേനെല്ലാണ്ട് കുടിയിരുത്തി. പുരുഷന്മാർ പല ജീവിതായോധനത്തിന് പല വഴിക്കും പോകും. ആ മക്കളെയൊക്കെ നേർവഴിക്ക് നയിക്കാൻ വേണ്ടിയാണ് ഇവിടെ കുടിയിരുത്തിയത്. ഇപ്പോൾ പറയുന്നത് അവിടെ ആ സമയമായതുകൊണ്ട് എനിക്കവിടെ നിന്നൂടാം. അപ്പോൾ തറവാടുകൾ തന്നെ ഈ ശുദ്ധമേത് അശുദ്ധമേത് എന്ന രീതിയിൽ തറവാട്ടിൽ അവിടെ മുത്തപ്പനുണ്ട്, അതുകൊണ്ട് ഞാൻ ആ വീട്ടിൽ നിൽക്കില്ല. അവിടെ കുറത്തിയമ്മയുണ്ട്, കുറത്തിയമ്മ ഇതിൻ്റെ ആളായിരുന്നു. പെണ്ണുങ്ങളുടെ എല്ലാ നിത്യജീവിതവുമായി ബന്ധപ്പെട്ട ഒരു അമ്മയാണ് കുറത്തിയമ്മ. അവിടെ കുറത്തിയമ്മ ഞാൻ കുടിയിരുത്തിന്. പക്ഷേ കുറത്തമ്മയുള്ളതുകൊണ്ട് പുതിയ പെണ്ണ് അവിടെ നിൽക്കുന്നില്ല. ഓള് ആ ദിവസങ്ങൾ, അതാണ് ദിവസം എന്ന് പറയുന്നില്ല, ചില ദിവസങ്ങളിൽ ഓള് മാറി താമസിക്കണം. ഇപ്പോൾ തറവാടുകളിൽ ഇപ്പോൾ കുഞ്ഞുമകലത്ത് കുപ്പാടൊക്കെ തറവാടുമ്പോൾ കുറേ തറവാടുകളുണ്ട്. അവിടെയൊക്കെ ഞാൻ കുട്ടിക്കാലത്ത് കാണുന്ന കാര്യം, അവിടെ ഈ 8-ാം നൂറ്റാണ്ടിന് ശേഷം നമ്മുടെ നാട്ടിൽ വലിയ ക്ഷേത്രങ്ങളൊക്കെ ഉണ്ടാകും നമുക്കറിയാം. അയിത്തൊക്കെ വളരെ കർക്കശമായി പാലിക്കപ്പെടുന്നുണ്ട് പിൽക്കാലത്ത്. എന്നാൽ തറവാട്ടിൽ തെയ്യം വരുമ്പോൾ അവിടെ ഈ തെയ്യക്കാരൊക്കെ മിക്കവാറും പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരായിരിക്കും. കർമ്മി
വീരഞ്ചിറ ഭഗവതി അല്ലെങ്കിൽ വല്ലാകുളങ്കര ഭഗവതിയാണ് പ്രധാനപ്പെട്ട ദേവത. മറ്റ് ഒരു വിഷ്ണുമൂർത്തി ഉണ്ടാവും, അത് വേറൊരു കാസ്റ്റ് കഴിക്കുന്നത്. കുണ്ടാർ ചാവണ്ടി ഉണ്ടാവും, അത് വേറൊരു കാസ്റ്റാണ്. ഇവരെല്ലാം ഈ പറഞ്ഞ 3 ജാതി വിഭാഗങ്ങളും താഴ്ന്നത് ഇൻവേർട്ടർ കോമയിലാണ് എന്ന വിഭാഗത്തിൽപ്പെട്ടവരാണ്. കർമ്മി അവർക്ക് നേരിട്ട് കൊടുക്കുകയാണ്, കൈയ്യട്ടം കൊടുക്കുന്നു, തോതിൽ കൈയ്യട്ടം വാങ്ങിക്കുന്നു, ഓക്കെ, ഇതെല്ലാം. അതുപോലെ തോറ്റത്തിന് നിൽക്കുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ തോറ്റക്കാരനുമായിട്ട് കർമ്മി ആ തറവാട്ടിലെ മൂത്ത ആളാണ്, അല്ലെങ്കിൽ അതിനായി നിയമിക്കപ്പെട്ട പരിണിതപ്രജ്ഞനായ ഒരാളായിരിക്കും. അദ്ദേഹമാണ് ഇതെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നത്. കോലക്കാർ വരുമ്പോൾ കുറി കൊടുക്കുന്നതോ അല്ലെങ്കിൽ വെറ്റിലടക്ക കൊടുക്കുന്നതോ പിന്നെ ഈ ആയുധങ്ങൾ എടുത്ത് കൊടുക്കുന്നതൊക്കെ അവരാണ്. അവിടെ വിഷയമൊന്നുമില്ല. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ ഈ തെയ്യം അവരുടെ സമുദായ തെയ്യമായി മാറുകയാണ് കുറേ കഴിയുമ്പോൾ. ഇപ്പോൾ കോട്ടം, ആലങ്കോട്ടം, ശ്രീമാന്യമംഗലം വരുമ്പോൾ അവിടെ വേട്ടക്കരുമകനാണ്. അപ്പോൾ വേട്ടക്കരുമകന് ഈ വേട്ടക്കരുമകനായാലും ഈ പറഞ്ഞ ഭഗവതി ആയാലും മറ്റൊരു കാവിലേക്ക് വരുമ്പോൾ അത് അവരുടെ സ്ഥാനമായി മാറുന്നു. ആദ്യം കുടുംബം, തറവാടിൽ നിന്ന് തെയ്യം സമുദായ കേന്ദ്രങ്ങളായ സ്ഥലത്തേക്ക് വരുമ്പോൾ അത് ചിലപ്പോൾ അമ്പലവുമായി ബന്ധമുണ്ടാവും. അപ്പോൾ അവിടുത്തെ വേട്ടക്കരുമകൻ്റെ പ്രധാനപ്പെട്ട പൂജാരി അപ്പുറത്ത് തിരുവായുധം എഴുന്നള്ളിച്ച് വരും സോമേശ്വരി ക്ഷേത്രത്തിൽ നിന്ന്. അപ്പോൾ ആ തിരുവായുധത്തിലാണ് ദൈവം കുടികൊള്ളുന്നതെന്ന്. ഇതുവരെ നമ്മൾ തറവാട്ടിൽ തന്നെയായിരുന്നു തെയ്യം. പക്ഷേ അവിടത്തേക്ക് ഈ പുരോഹിതൻ കൊണ്ടുവരുന്ന ഒരു ആയുധമുണ്ട്. അപ്പോൾ നമ്മുടെ ആൾക്കാർ വിചാരിക്കുന്നത് ഇവിടെയാണ് തെയ്യം, കാരണം പുരോഹിതനാണ് വലിയ ആൾ. പുരോഹിതൻ ഈ നായർ, ഈ പറഞ്ഞ കർമ്മി നായരാണെങ്കിൽ പുരോഹിതൻ ഈ ആയുധം പ്രത്യേകം വെച്ചിട്ടുണ്ട്. അവിടെയുള്ള ഒരു ആയുധം അതാണ് ആരെടുക്കുന്നത്? കർമ്മി എടുക്കുന്നത്. കർമ്മി അത് കോലക്കാരന് കൊടുക്കുന്നു. കർമ്മി അത് കോലക്കാരന് കൊടുക്കുമ്പോൾ ഒരു അയിത്തം പാലിക്കലുണ്ട്, മുമ്പ് അതുണ്ടായിരുന്നില്ല. എന്നാൽ ചില സ്ഥലത്ത്, ഇപ്പോൾ അതേ സ്ഥലത്ത് തന്നെ ഇപ്പോൾ ഒരു കത്തിച്ച കൊടിയില വേണം. ഞാൻ പറഞ്ഞ ടേംസ് നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് അറിയില്ല. കൊടിയില എന്നെല്ലാം പറഞ്ഞാൽ ഇല, നമ്മൾ സാധാരണ വാഴയില, അതിൻ്റെ തൂശനില, അതാ കൊടിയില പറഞ്ഞു. അതിൽ ഈ അരിയും വെത്തിലടക്കിയൊക്കെ വെച്ചിട്ട് കുരിയൊക്കെ വെച്ചിട്ട് അദ്ദേഹം കർമ്മിക്ക് കൊടുക്കും, പൂജാരിക്ക് കൊടുക്കുകയാണ് പുരോഹിതൻ. ഇപ്പോൾ ബ്രാഹ്മണ പുരോഹിതൻ ഇത് ഈ നായർക്ക് കൊടുക്കുമ്പോൾ അദ്ദേഹം ഇങ്ങനെ ഇട്ട് കൊടുക്കലാണ്, എന്താ ആളിങ്ങനെ വാങ്ങിക്കും. അദ്ദേഹം ഇത് വേണം കോലക്കാരന് കൊടുക്കാൻ. കോലക്കാരന് കൊടുക്കുമ്പോൾ അയാൾ ഇട്ട് കൊടുക്കും. ഈ ഇട്ട് കൊടുക്കൽ അടിക്കണക്ക് മാനിക്കലാണ്. ഈ ഇട്ട് കൊടുക്കൽ മുമ്പ് തറവാട്ടിലതില്ല, കാരണം അവിടെ ഇയാളുടെ സാന്നിധ്യമില്ല, പുരോഹിതൻ്റെ സാന്നിധ്യമില്ല. അപ്പോൾ അതങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഇതനുസരിച്ച് എല്ലാ അനുഷ്ഠാന സന്ദർഭങ്ങളിലും ഇത് വരുന്നുണ്ടെന്നാണ്. നമുക്ക് മുഹൂർത്തവും നേരവും പൊഴുതും നോക്കുകയെന്ന് പറയും. നേരവും പൊഴുതും നോക്കുക, മുഹൂർത്തം നോക്കുക. അതിനുവേണ്ടി നമ്മൾ നാട്ടു കണിശന്മാരുണ്ടായിരുന്നു. കണിശന്മാരെന്നാണ് പറയുക, ജ്യോതിഷികൾ, നാടൻ ജ്യോതിഷികൾ. ജ്യോതിഷത്തിന് പരലുണ്ടോ കയ്യിൽ, വൈകുന്നൊരു പാട്ടിലാണ്. ഈ ജ്യോതിഷം പരലും അത് വെച്ചിട്ട് കാര്യങ്ങൾ തീരുമാനിക്കും. അത് നമുക്ക് ഞാറ്റുവേല കലണ്ടറാണ്. നമ്മളെ സി എന്നൊക്കെ പറയുന്ന ഇപ്പോഴത്തെ ഒരു നമ്മുടെ കലണ്ടറല്ല, ചാന്ദ്ര കലണ്ടറല്ല. അപ്പോൾ അതനുസരിച്ചാണ് കാര്യങ്ങൾ നിശ്ചയിക്കുന്നത്. അതിൽ പ്രധാന മുഹൂർത്തം നോക്കലായിരുന്നു. പിന്നീട് അത് ഒരു ജ്യോതിശാസ്ത്രം അല്ല, ജ്യോതിഷമായി മാറുകയും ഇതിനൊക്കെ ഈ ദേവത കുറച്ച് നമുക്കൊന്നും പൗരോഹിത്യത്തിൻ്റെ കണക്കിൽ ഇത് എവിടെ കൊള്ളിക്കാൻ കഴിയില്ല. ബ്രഹ്മാവ്, വിഷ്ണു, ശിവൻ, പിന്നെ ശക്തി, ഇതല്ലേ അവരുടെ നിഘണ്ടുലുള്ളൂ. അപ്പോഴാണ് നമ്മൾ കേളകര പൊതി വരുന്നത്. ഓരോ ഏത് ടേബിളിലാണ് ഏത് കോളത്തിലാണ് അവരെ ഫിറ്റ് ചെയ്യുന്നത് നമുക്കറിയില്ല. അപ്പോഴാണ് കുറത്തമ്മ വരുന്നത്. അപ്പോൾ ഇവർ എല്ലാം ദേശം രൗദ്രാണെങ്കിൽ കാളി, ഭദ്രകാളി എന്നൊക്കെ പറഞ്ഞിട്ട് ഏർപ്പാടാക്കും. അപ്പോൾ പുതിയ ജ്യോതിഷികൾ വരികയാണ്. അപ്പോൾ അത് ഈ പറയുന്ന വ്യവസ്ഥക്കനുസൃതമായിട്ട് അവരുടെ സ്വരങ്ങളിൽ മാറ്റം വരികയാണ്. അപ്പോൾ ജ്യോതിഷ വിധി അനുസരിച്ച് ഇങ്ങനെ ആണെന്നൊക്കെ പറയും. അത് പൊതു സ്വീകാര്യത വരുന്നു. അപ്പോൾ കോലക്കാരൻ്റെ നിർണയത്തിൽ, അതിൻ്റെ അനുഷ്ഠാനങ്ങളിൽ, സങ്കല്പത്തിലൊക്കെ വലിയ മാറ്റം വരും. ഇപ്പോൾ തൊണ്ടച്ചൻ നമ്മുടെ പൂർവികനാണ്, വീരപൂർവികൻ, അല്ലെങ്കിൽ ഒരു പിതാമഹനാണ്. ഓരോ നമ്മളെടുക്ക വരുന്നു, ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് നമ്മളെ സമാധാനിപ്പിക്കുകയോ നമ്മുടെ കൂടെ കഴിയുകയോ ചെയ്തിട്ട് ഉറങ്ങി പോകുന്നു. ഇതാണ് പഴയ തെയ്യസങ്കല്പം. വീരാരാധനയായാലും
മറ്റ് അമ്മ ദൈവാരാധനയൊക്കെ വളരെ പ്രധാനപ്പെട്ട ശ്രേണികളാണ്, വലിയ ധാരകളാണ്. അപ്പോൾ അവിടുന്ന് മാറിയിട്ട് ഇത് പുതിയ പുതിയ ദേവതയാണെന്നും ഇത് ചന്ദ്രനാണെന്നും ഇത് ചൊവ്വയാണെന്നും ഇത് മറ്റ് നമ്മുടെ അതായത് പ്രാദേശികമായ ദൈവിക സങ്കല്പങ്ങൾക്ക് അപ്പുറമുള്ള മറ്റൊരു ലോകത്തേക്ക് തെയ്യം ആനയിക്കപ്പെടുകയാണ്. അതനുസരിച്ചുള്ള മാറ്റങ്ങൾ വരികയാണ്. ഈ വലിയ മാറ്റങ്ങളെക്കുറിച്ച് പഠിക്കുക എന്നുള്ളതാണ് വളരെ പ്രധാനം. അവിടെയാണ് ഈ കാര്യങ്ങളൊക്കെ ഈ തെയ്യം കല അനുഷ്ഠാനം എന്ന പുസ്തകം വായിക്കുമ്പോൾ നമുക്ക് അതിൻ്റെ വലിയ ഈ സാധ്യത തുറന്നിടുകയാണ്. ഇപ്പോൾ മാഷയിൽ പാലം വലിക്കുന്നൊരു കാര്യം പറയുന്നുണ്ട്. പാലം വലിക്കുക ഒരു മോശം നിലയിലാണ് പറയുന്നത്. എനിക്ക് തോന്നുന്നു ആ ലേഖനം വന്ന കാലത്ത് വലിയ ചർച്ചയായിരുന്നു എന്നാണ്. അങ്ങനത്തെ മാഷ ലേഖനം നിലയിൽ വേണ്ട എന്ന് പറയുന്ന ഈ സോവനീർക്കാർ, കാരണം അത് നമ്മളെന്തോ മോശമാക്കുന്നതെന്നാണ്. അത് പക്ഷേ ഇപ്പോഴത് അതിൽ കാര്യമുണ്ട്. ഈ മക്കത്തായ മുച്ചിലോടൻ പടനായർക്കാണ് ഈ പറയുന്ന അദ്ദേഹത്തിൻ്റെ എണ്ണത്തുത്തികയിലാണ് ദേവി കുടികൊള്ളുന്നത്. ആദ്യം അദ്ദേഹം ആ എണ്ണത്തുത്തിക പടിഞ്ഞാറ്റയിൽ കൊണ്ടുവച്ചപ്പോഴാണ് അത് നിറഞ്ഞു കവിയുന്നതായിട്ടൊക്കെ തോന്നിയത്. അവിടെയാണ് മുച്ചിലോട്ട് ഭഗവതി പ്രത്യക്ഷപ്പെടുന്നത് സങ്കല്പം. അത് കഴിഞ്ഞിട്ട് മുച്ചിലോടൻ പടനായരുടെ ഭാര്യ പടനായെത്തി പോകുന്നുണ്ട് വെള്ളം കോരാൻ വേണ്ടിയിട്ട്. എന്നിട്ട് കൊട്ടപ്പാള എടുത്തിട്ട് വെള്ളം കോരുമ്പോൾ കിണറ്റിൽ മഞ്ഞക്കുസുമം മണക്കുന്നു, അങ്ങനെ ഒരു ഗന്ധം ഉണ്ടാകുന്നുണ്ട്. അതുപോലെ ഒരു ശബ്ദം കേൾക്കുന്നുണ്ട്, മുള്ളിഗറിൻ്റെ പ്രഭ കാണുന്നുണ്ട്. അപ്പോൾ മുച്ചിലോട് എന്ന സ്ഥാപനം യാഥാർത്ഥ്യമായപ്പോൾ അതാരുടെ മുച്ചിലോട്? അപ്പോൾ മുച്ചിലോടൻ പടനായരാണ്, അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനാണ് താഴ്വഴിക്ക് വരിക. അതൊരു വലിയ സ്ഥാപനമായി മാറിക്കഴിഞ്ഞപ്പോൾ മുച്ചിലോടൻ പടനായരുടെ മുച്ചിലോടായി മാറുകയാണ്, അത് വലിയ സ്ഥാപനമായി മാറുക. അപ്പോൾ പടനായെത്തിയോ അവർക്ക് അടുത്ത ഗ്രാമത്തിലേക്ക് ഒരു സ്ഥാപനം വരുമ്പോൾ മുച്ചിലോട് വരുമ്പോൾ ഈ പറയുന്ന മുച്ചിലോടൻ പടനായരുടെ ഭാര്യയുടെ കുടുംബക്കാർ അതിൻ്റെ അവകാശികളായി തീരുകയാണ്. അതിനവർ ചെയ്യുന്ന ചില എളുപ്പവഴിയാണ് കരിവള്ളൂരിൽ നിന്ന് ആൾ തൃക്കരിപ്പൂർ എത്തുന്നതിന് മുമ്പായിട്ട് ഈ പാലങ്ങി വലിച്ചു വെക്കുന്നത്. ഇതിങ്ങനെ പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. ഒരു പാലംബലിയുടെ കഥയുണ്ടെന്ന് പറയുമ്പോൾ മാഷതിൽ ഈ പറയുന്ന മക്കത്തായും അരുമക്കത്തായും തമ്മിലുള്ള ആ ഒരു നമ്മുടെ സമൂഹത്തിലുണ്ടാക്കിയ വിള്ളലും അത് ആത്യന്തികമായി ഉണ്ടാക്കിയെടുത്ത ഒരു കൂട്ടായ്മയുടെ ഒരു മഹത്വമൊക്കെ അത് വളരെ കൃത്യമായി ഞാനിങ്ങനെ പറഞ്ഞാൽ അത് വേണ്ട അത്ര രൂപത്തിൽ എനിക്ക് ഫലിപ്പിക്കാൻ പറ്റുമോ എനിക്കറിയില്ല. കാരണം അതിൻ്റെ ഒരു സാങ്കേതികമൊക്കെ മനസ്സിലാകണം. എന്തായാലും അങ്ങനെ ഒരു ഇന്ത്യ സമൂഹത്തിൻ്റെ പല തലത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ട് എന്നുള്ളതാണ്. ഇങ്ങനൊരു പഠനം ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച ഞാൻ വരുമ്പോൾ മാഷോട് പറയായിരുന്നു, ഏമ്പേറ്റ് നാഷണൽ ഹൈവേ വികസിക്കുന്നുണ്ടല്ലോ. നാഷണൽ ഹൈവേ വരുമ്പോൾ ഏമ്പേറ്റ് എന്നൊരു സ്ഥലമുണ്ട്. അവിടെ ഏമ്പേറ്റ് എന്ന സ്ഥലത്തിന് അത് കൊട്ടി അടച്ചുകൊണ്ട് നേരെ ഹൈവേ പോവാണ്. അപ്പുറവും ഇപ്പുറവും ആൾക്കാർ തമ്മിൽ ബന്ധിപ്പിക്കാൻ പറ്റുന്നില്ല. ഒരു നടപ്പാത വേണം. നടപ്പാതക്ക് വേണ്ടി സമരം ചെയ്യാണ്. അല്ലെങ്കിൽ ഘോരമായ സമരം. 59ാമത്തെ ദിവസം സമരത്തിന് ഉദ്ഘാടനം ചെയ്യാൻ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ പോവുകയും ചെയ്തു. ഞാൻ കഥ വരുന്നതല്ല. കഴിഞ്ഞ ആഴ്ചയായിട്ട് അവിടെ ഇപ്പോൾ ഒരു വാട്സപ്പ് യുദ്ധം നടക്കുകയാണ്. എന്താ വിഷയം എന്ന് പറഞ്ഞാൽ ഒരു മുത്തപ്പനെ കഴിച്ചിരുന്നു അത്ര അതിന് മുമ്പേ. അപ്പോൾ മുത്തപ്പനോട് പറഞ്ഞു, നമുക്കിവിടെ വഴിയില്ല, പണ്ടേ ഇല്ല വഴിയല്ലേ, അങ്ങനെ ഇങ്ങോട്ട് അതുകൊണ്ട് ആ വഴി ഇപ്പോൾ ഇല്ല. അപ്പോൾ മുത്തപ്പൻ പറഞ്ഞു, നിങ്ങളെല്ലാവരും കൂട്ടായി ശ്രമിക്ക്, ഞാൻ 2ാം ഭാഗം എന്നാലും മുത്തപ്പൻ സമാധാനിച്ചു. എല്ലാവരും കൂട്ടായിട്ട് നിന്നാൽ നമുക്ക് സാധിക്കാത്തതുണ്ടോ എന്നാലും മുത്തപ്പൻ പറഞ്ഞു. ഇപ്പോൾ പല യാഥാർത്ഥ്യമായി എംപിമാരും ഒക്കെ ഇടപെട്ടിട്ടാണ് പല യാഥാർത്ഥ്യം. അപ്പോൾ മുത്തപ്പൻ അന്നേ പറഞ്ഞാണ് വരുന്നു, ഇപ്പോൾ ശരിയായില്ലേ എന്നൊരു വിഭാഗം ബാധിക്കുമല്ലോ. അപ്പോൾ നമ്മുടെ ചർച്ച പോകുന്നത് എന്നാൽ അവനും മുത്തപ്പനെല്ലാം മതിയല്ലോ, നമ്മളെ ഇറാഖ് യുദ്ധം നടക്കുകയാണ്, മുത്തപ്പൻ അവിടെ കൊണ്ടാക്കുക, ഈ രീതിയിൽ ചർച്ച പോവുകയാണ്. അപ്പോൾ സമൂഹത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ ഇത്തരം വിഷയങ്ങൾ എങ്ങനെയാണ് ഇതിൽ അതുപോലെ കുറേ വിഷയങ്ങൾ വരുന്നുണ്ട്. ഇപ്പോൾ വസൂരിമാലയ്ക്ക് പഴയ ശക്തി ഇപ്പോൾ ഉണ്ടാവില്ല എന്നൊക്കെ നമ്മുടെ നിരീക്ഷണങ്ങളുണ്ടല്ലോ. അത്തരം നിരീക്ഷണങ്ങളെ എങ്ങനെയാണ് ഈ ഒരു ഫോക്ലോറിസ്റ്റ് എന്ന നിലക്ക്, ഒരു ചരിത്രകാരൻ എന്ന നിലക്ക് നരവംശാസ്ത്രത്തിൻ്റെ കണ്ണിൽ കൂടി എങ്ങനെയാണ് അത്തരം വിഷയങ്ങളെ കാണുന്നത്, അത് പഠിക്കാൻ നമുക്ക് ഈ പുസ്തകം ഇതുപോലെ ധാരാളം കാര്യങ്ങൾ വിശകലനം ചെയ്യാൻ, അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകില്ല. പിന്നെ ഒന്നും കൂടെ പറയാൻ നിർത്താം.
ഞാൻ സമയത്ത് എടുത്തു അറിയില്ല. നോവൽ നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട തെയ്യവുമായി ബന്ധപ്പെട്ട ഇഷ്ടം പോലെ നോവലുകൾ, ചെറുകഥകൾ, നാടകരൂപങ്ങൾ, കഥാപ്രസംഗങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ 4 നോവലുകളിൽ ചർച്ച ചെയ്തൊന്ന് പ്രകാശിൻ്റെ ദുരന്തം എന്താണ് ദൈവം എന്ന ദുരന്ത നായകൻ എന്നുള്ള നോവൽ, അതുപോലെ പെരുമലയൻ എന്ന നോവൽ, ദൈവക്കരു എന്ന നോവൽ, കദവനൂർ വീരൻ എന്ന ഈ നോവലുകളെ ഈ പുസ്തകത്തിൽ വിലയിരുത്തുന്നുണ്ട്. നോവലുകളുടെ ഒരു പഠനമാണ്. അതിൽ പി പ്രകാശൻ എന്നത് ആ നോവലിസ്റ്റ് ഈ തെയ്യം മേഖലയിൽ ജീവിതാനുഭവങ്ങൾ വേണ്ടുവോളുള്ള മനുഷ്യനാണ്. അദ്ദേഹത്തിൻ്റെ അതിൽ പറയുന്ന അതിൻ്റെ ഒരു പൊളിറ്റിക്സ് ഉണ്ട്. ഈ തെയ്യക്കാരൻ എന്തുകൊണ്ടിങ്ങനെ ആവുന്നു, തെയ്യക്കാരൻ അനുഭവിക്കുന്ന തെയ്യക്കാരനെ ഒരു ദുരന്ത നായകനാക്കി തീർക്കുന്നതിൽ സമൂഹം വഹിക്കുന്നൊരു പങ്കുണ്ട്. അത് കൃത്യം അദ്ദേഹം ഈ നോവലിൽ അത് കൃത്യമായി സംവദിക്കുന്നില്ല ആ വിഷയത്തോട്. എന്നാൽ മറ്റ് നോവലുകൾ എല്ലാം ലാവണ്യപരമായി നോക്കുമ്പോൾ ഉണ്ടാകുന്ന മെച്ചം അതിൽ പറയുന്നുണ്ട്. പക്ഷേ എങ്ങനെയാണ് ഈ നോവൽ മറ്റ് നോവലിൽ നിന്ന് വ്യത്യസ്തമായിരിക്കുന്നു, ഇതിൻ്റെ വിശദമായ പഠനമാണ്, അതിഗംഭീരമായ പഠനമാണ് ഇതുമായി ബന്ധപ്പെട്ട് നടത്തുന്നത്. ഇപ്പോൾ ഈ കദവനൂർ വീരൻ കെട്ടിയാടുന്ന ഒരു തെയ്യക്കാരൻ്റെ ദുരന്ത ജീവിതമുണ്ട്. ആ നോവലിൽ അത് അദ്ദേഹത്തിൻ്റെ കുടുംബജീവിതവുമായി ബന്ധപ്പെട്ട് ആണ് ആ ദുരന്തത്തിന് കാരണം എന്നിടത്തേക്കാണ് ആ നോവൽ എത്തിക്കുന്നതെങ്കിൽ അങ്ങനെയല്ല പ്രകാശിൻ്റെ നോവൽ വരുന്നത്. പ്രകാശിൻ്റെ നോവൽ വരുമ്പോൾ ഈ ദുരന്ത നായകൻ എങ്ങനെയാണ് ആ ദുരന്തം നേരിടുന്നത്, അത് ജീവിതവുമായി അടുത്ത് നിൽക്കുന്ന രീതിയിൽ അദ്ദേഹം പറയുന്നുണ്ട്. ഇതുപോലെ നമ്മുടെ ദൈവക്കരു എന്ന നോവൽ, അതും കദവനൂർ വീരൻ്റെ കഥയുമായി ബന്ധപ്പെടുത്തിണ്ടായ നോവലാണ്. അതിൽ അവസാനം അതിൻ്റെ നായകൻ അതിൽ കുഞ്ഞാരനുണ്ട്. ആദ്യ ഭാഗം കദവനൂർ വീരൻ്റെ കഥ മുഴുവൻ പറയുകയും കുറേ കഴിയുമ്പോൾ അതിൻ്റെ നായകൻ കുഞ്ഞാരൻ ജീവിച്ചിരിക്കുന്നൊരു കഥാപാത്രമാണ്. കുഞ്ഞാരൻ്റെ വാൾപ്പയറ്റമൊക്കെ പ്രസിദ്ധമാണ്. കുഞ്ഞാരൻ ഇപ്പോൾ അടുത്ത കാലത്തെ മരിച്ച അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, കുഞ്ഞാരൻ ഒരു ഘട്ടത്തിൽ ക്ഷേത്രപാലൻ്റെ സന്നിധിയിലേക്ക് ഓടിപ്പോകുന്നുണ്ട്. അത് കഥയിലാണ്. അവിടെ യഥാർത്ഥ സംഭവം എന്ന് പറഞ്ഞാൽ ഒരു പിന്നോക്ക ജാതിക്കാരായ ആൾക്കാർ നടത്തുന്ന ഒരു തെയ്യം, കദവനൂർ വീരൻ തെയ്യം അവിടെ നടക്കുമ്പോൾ യഥാർത്ഥ ഈ പറയുന്ന ഉദിനൂർ കോവിലകത്ത് പൂരോത്സവം നടക്കുമ്പോൾ ഇവിടെ ഈ OBC-കാരുടെ കദവനൂർ വീരൻ ആൾക്കാരെല്ലാം അടുത്തേക്ക് പോകുമ്പോൾ പണ്ട് കുഞ്ചനമ്പ്യാരുടെ കഥ പറഞ്ഞ പോലെ ഇവിടെ ആൾക്കാരൊക്കെ കദവനൂർ തെയ്യം കാണാൻ പോകുമ്പോൾ കോവിലകത്ത് ആളില്ലാതിരിക്കുന്നു. ആ കഥ മിത്തായിട്ട് വരുന്നത് ക്ഷേത്രപാലൻ്റെ കോപം നിമിത്തം ഈ കദവനൂർ വീരൻ്റെ പതി 4 ഗീത്തോലയും 4 പട്ടക്കണിയും കൂട്ടിക്കെട്ടി ഉണ്ടാക്കുന്ന പതി, ആ പതി അങ്ങ് പാറിപ്പോയി എന്നാണ്. എന്നിട്ട് തെയ്യത്താമ്പളപ്പിൽ എത്തിയെന്നാണ് കഥ. യഥാർത്ഥത്തിൽ അത് ക്ഷേത്രപാലൻ്റെ കോപാണ് എന്ന് പറയുമ്പോഴും യഥാർത്ഥത്തിൽ ക്ഷേത്രപാലൻ്റെ ഊരായ്മക്കാർ ഈടെ അടിച്ചോടിച്ചിട്ട് അപ്പുറം കൊണ്ടുപോയതാ കഥ. അവിടെ ആ പുരാവൃത്തത്തെ മുൻനിർത്തിയിട്ടാണ് അതിഗംഭീരമായിട്ട് നോവലത് പറയുന്നത്. പക്ഷേ അവസാനം ഈ കുഞ്ഞാരൻ ആടെ പോയിട്ട് കീഴടങ്ങുകയാണ് എന്നുള്ളതാണ്. ക്ഷേത്രപാലൻ്റെ ഈ വെള്ളിക്കടത്തിരിയുടെ മുമ്പിൽ വഴങ്ങുകയല്ലാതെ നിവൃത്തിയില്ല എന്ന രൂപത്തിലേക്ക് നോവൽ ചെന്ന് അവസാനിക്കുമ്പോൾ ആദ്യം പറഞ്ഞ ദൈവം എന്ന ദുരന്ത നായകൻ എന്ന പി പ്രകാശൻ്റെ നോവലിലെ ഒരു രാഷ്ട്രീയ കാഴ്ചപ്പാടല്ല, അതിലെ ദർശനം തന്നെ മാറിപ്പോകുന്നു. വലിയ കാര്യങ്ങൾ പറഞ്ഞാൽ തുടങ്ങിയിട്ട് അവസാനം ഈ തോറ്റുകൊടുക്കുന്ന ലാവണ്യപരമായിട്ട് കാര്യങ്ങൾ പറഞ്ഞിട്ട് അവസാനം പൊളിറ്റിക്സ് മറന്നുപോകുന്ന രൂപത്തിലേക്ക്, ഇത് ഒരു സ്വാഭാവികമായി വന്നു ചേരുന്നതല്ല. ഇതിൻ്റെ പിറകിലുള്ള അടിവേരുകളുണ്ട്, സമൂഹത്തിൻ്റെ അടിവേരുകളുണ്ട്, സാമൂഹ്യ ചലനങ്ങളുടെ അടിവേരുകളുണ്ട്. അതൊക്കെയാണ് ഈ പുസ്തകത്തിൽ വളരെ ലളിതമായി വായിച്ചു പോകുന്ന, എന്നാൽ ചില ഘട്ടങ്ങൾ അത്ര ലളിതം എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് എനിക്കല്ല അതുപോലെ പറയാൻ പറ്റാത്തത്, അതിൻ്റെ പദാവലി നിനക്കില്ല. അതുകൊണ്ട് ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത്. ഇങ്ങനെ പറഞ്ഞു പോയത് കൊണ്ടാണ് നിർത്തുന്നു. നന്ദി.